ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ ഈ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന മക്കൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുകയൊന്നുമില്ല. കിച്ചൺ പോലും കാണാത്ത മക്കളുണ്ടാവും. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ഫോണൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ ഇരിക്കും ലീവുള്ള ദിവസങ്ങളിൽ. അല്ലാത്ത ചില മക്കളെല്ലാവരും ഫുഡ് ഉണ്ടാക്കാനൊക്കെ അറിയും. ഇപ്പോൾ രസകരമായ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. സാമ്പാർ എങ്ങനെ വെക്കണം, മറ്റുള്ള വിഭവങ്ങൾ എങ്ങനെ വെക്കണം എന്ന് പോലും അറിയില്ല. അതിലേക്ക് എന്തൊക്കെ ചേരുവകൾ ചേർക്കണമെന്നും അറിയില്ല. അപ്പോൾ വീട്ടിലുള്ള അമ്മ മകൾ വന്നപ്പോൾ മകളോട് പറഞ്ഞു, മത്തി മുളകിട്ട് വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ മകൾ ഓക്കെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മത്തി മുളകിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി അഭിപ്രായം പറയാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് ബാക്കി വിശേഷം. വീഡിയോ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ? മുളക് ഇട്ട് വയ്ക്കാൻ പറഞ്ഞു, കുട്ടി മുളക് ഇട്ട് വെച്ചു. അതല്ലേ ഇതിൻ്റെ ശരി. അതിൽ ഇന്നതൊക്കെ ചേർക്കണം, ഇന്നമാതിരി വെക്കണമെന്ന് അമ്മ പറഞ്ഞു കൊടുത്തിട്ടില്ല കുട്ടിക്ക്. അതാണ് കുട്ടിക്ക് അറിയാത്തത്. അപ്പം നമ്മൾ ഓരോ അമ്മമാരും ചെയ്യേണ്ട ഒരു കാര്യം, പെൺകുഞ്ഞായാലും ആൺകുഞ്ഞായാലും അവരോട് ഏതെല്ലാം രീതിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, ഭക്ഷണ രീതികൾ. അതായത് നമുക്കൊരു നേരം വയ്യെങ്കിലും നമ്മുടെ മക്കൾ പട്ടിണി കിടക്കാൻ പാടില്ല. കടകളിൽ പോയി കഴിക്കാനുള്ളൊരു അവസരങ്ങൾ നമ്മൾ കൊടുക്കരുത്. അപ്പോൾ നമ്മൾ അവരെ എല്ലാ വിധത്തിലുള്ള ഭക്ഷണ പാചക രീതികളും നമ്മൾ പറഞ്ഞു കൊടുക്കുക, അവരെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യിക്കുക. ഓക്കെ? ഈ ഒരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുൻപിലെത്തുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.